A.K. സാജൻ എഴുതി ഡയറക്റ്റ് ചെയ്ത ഏറ്റവും പുതിയ ഫിലിമാണ് പുതിയ നിയമം. മമ്മൂട്ടിയും നയൻതാരയുമാണ് ഇതിൽ ലീഡ് റോൾസിൽ എത്തുന്നത്. പുതിയ നിയമം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പി വേണുഗോപാലും ജിയോ എബ്രഹാമും ചേർന്നാണ് VG ഫിലിംസിന്റെ ബാനറിൽ. ഇന്റർകാസ്റ്റ് കപ്പിളായ അഡ്വക്കേറ്റ് ലൂയിസ് പോത്തന്റെയും വാസുകി അയ്യരുടെയും കഥയാണ് പുതിയ നിയമം. ഇവർ രണ്ടുപേർക്കും കൂടി ഒരു മകൾ ചിന്ത എന്ന പേര്. ലൂയിസ് ഒരു ലീഡിംഗ് അഡ്വക്കേറ്റ് ആണ്, ഒരു ഫിലിം ക്രിറ്റീക്കാണ്, പിന്നെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയാണ്. വാസുകിയാണെങ്കിൽ ഒരു കഥകളി ആർട്ടിസ്റ്റുമാണ്. ഇവരുടേതൊരു ലവ് മാരേജ് ആണെങ്കിൽ കൂടിയും ലൂയിസിന്റെയും വാസുകിയുടെയും ലൈഫിനെ കുറിച്ചുള്ള ഐഡിയോളജീസ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് ഇവരുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു കപ്പിളാണ് ലൂയിസും വാസുകിയും. ഇവരുടെ പീസ്ഫുൾ ലൈഫിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡന്റ് ഉണ്ടാവുന്നു. അത് ഇവരുടെ ലൈഫിനെയും റിലേഷൻഷിപ്പിനെയും ഒക്കെ ബാധിക്കുന്നതാണ് ഈ ഫിലിമിന്റെ സ്റ്റോറി. സത്യം പറ, നീ എപ്പോഴെങ്കിലും കഞ്ചാവ് വെച്ചിട്ടുണ്ടോ? പിന്നെ കാസ്റ്റിന്റെ കാര്യമാണെങ്കിൽ മമ്മൂട്ടി ബ്രില്യൻ്റ് ആയിട്ട് തന്നെ അഡ്വക്കേറ്റ് ലൂയിസ് പോത്തനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് ചെയ്തതിൽ വെച്ച് മമ്മൂട്ടിയുടെ ഒരു ബെസ്റ്റ് ക്യാരക്ടറാണ് ഇത് എന്ന് വേണം പറയാനായിട്ട്. പിന്നെ മമ്മൂട്ടിയുടെയും നയൻതാരയുടെയും ഒരു കെമിസ്ട്രി എന്ന് പറയുന്നതും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് തന്നെയാണ്. വാസുകി അയ്യരായിട്ട് നയൻതാരയും തിളങ്ങിയിട്ടുണ്ട്. തൻ്റെ എക്സ്ട്രോർഡിനറി ആക്ടിങ് സ്കിൽസ് കൊണ്ട് ഈ ക്യാരക്ടർ പെർഫെക്റ്റ് ആയിട്ടാണ് നയൻതാര പോർട്രേ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഫിലിമിൽ വാസുകി എന്ന ക്യാരക്ടറിനായിട്ട് നയൻതാര തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നതും. പ്രദീപ് കോട്ടയം, രചന നാരായണൻകുട്ടി, അജു വർഗീസ് എന്നിവരും മറ്റു കാസ്റ്റിൽ എത്തുന്നുണ്ട്. A.K. സാജൻ തന്റെ ഈ സ്ക്രിപ്റ്റും ഡയറക്ഷനും കൊണ്ട് ഒരു തവണ കൂടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റേഴ്സ് ഇൻ ടൗൺ എന്ന്. നല്ലൊരു ഫിലിം മേക്കർ ആയിട്ടും കൂടെ A.K. സാജൻ ഇവോൾവ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. ഈ സിനിമയിലൂടെ ബ്രില്യൻ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ഈ സ്ക്രിപ്റ്റിന് കംപ്ലീറ്റ് ജസ്റ്റിസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഡയറക്ടർ. തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ എൻഗേജിംഗ് ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിലെ കോമിക്കൽ സീക്വൻസസ് അത്ര നന്നായിട്ട് നമ്മളെ എന്റർടൈൻ ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല. ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കൃഷ്ണ. എന്തായാലും ക്ലൈമാക്സ് ഫാന്റാസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ റോബി വർഗീസ് രാജിന്റെ സിനിമറ്റോഗ്രഫി ഒരു ഡീസന്റ് ഡെബ്യൂ ആണെന്ന് വേണം പറയാൻ. ഈ സിനിമയ്ക്ക് വേണ്ട ഒരു പെർഫെക്റ്റ് ബാക്ക്ഡ്രോപ്പ് തന്നെ റോബിയുടെ വിഷ്വലൈസേഷന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. And Vivek Harshan scores again with his perfect editing skills. വിനു തോമസിന്റെ സോങ്സ് ഓക്കെ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. യൂഷ്വലി എക്സ്ട്രോർഡിനറി ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് ആളുകളെ ത്രിൽ ചെയ്യുന്ന ഗോപി സുന്ദർ ഇത്തവണ വളരെ റെപ്പറ്റേറ്റീവ് ആയിട്ടാണ് ഈ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പെർഫെക്റ്റ് ത്രില്ലർ എന്നേ പുതിയ നിയമത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസസ് ആണ് ഓരോ കാസ്റ്റിന്റെയും ഈ സിനിമയിൽ.